പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് പൂർണ്ണ മുസ്ലിമായി തീരാനുള്ള ഉപാധി 3 അടിസ്ഥാന തത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹു നമ്മെ ബോധിപ്പിക്കുകയാണ്. ജീവിത വിശുദ്ധിയുടെ മാർഗങ്ങൾ 3 എണ്ണമാണ്. അതിൽ ഒന്ന്, അവൻ ആദർശ വിശുദ്ധി കൈവരിക്കണം. രണ്ടാമത്തത് ധാർമ്മിക വിശുദ്ധി കൈവരിക്കണം. മൂന്നാമത്തത് അവൻ സാമ്പത്തിക വിശുദ്ധി കൈവരിക്കണം. ഈ 3 വിശുദ്ധിയും കൈവരിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സവിശേഷത വിശുദ്ധ ഖുർആൻ പറയുന്നത് അവൻ ഹുനഫാ ആണെന്നാണ്. ഹുനഫാ എന്ന് പറഞ്ഞാൽ അസത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നവനാണ്. സത്യത്തിൽ മാത്രം, ധർമ്മത്തിൽ മാത്രം, നീതിക്ക് വേണ്ടി മാത്രം, ശരിയായതിൽ നേരെ ചൊവ്വേ നിലകൊള്ളുന്നവൻ. അതിന് എതിരായി എന്തൊക്കെ തന്നെ തൻ്റെ നേർക്ക് വരുന്നുവോ, അധർമ്മത്തിൻ്റെ, അക്രമത്തിൻ്റെ, അനാശാസ്യത്തിൻ്റെ, അസത്യത്തിൻ്റെ, അനീതിയുടെ എന്തൊക്കെ തന്നെ പഴുതുകൾ ലഭിച്ചാലും അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവനായിരിക്കും ആര്? യഥാർത്ഥ ആദർശ വിശുദ്ധി കൈവരിച്ചവൻ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുവാൻ ഒന്നാമതായിട്ട് വേണ്ടത് അവൻ മുഖ്ലിസായിക്കൊണ്ട്, നേരെ ചൊവ്വേ ഹുനഫാ ആയിക്കൊണ്ട് അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി അവൻ ധാർമ്മിക വിശുദ്ധി കൈവരിക്കുക എന്നുള്ളതാണ്. വയുഖീമുസ്സല, നമസ്കാരത്തെ മുൻനിർത്തിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഒരു പുഴയിൽ നിന്ന് 5 നേരം കുളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാലിന്യങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അവശേഷിക്കുമോ? സഹാബാക്കൾ, അനുചരന്മാർ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ ശരീരത്തിൽ അഴുക്കുകൾ അവശേഷിക്കുകയില്ല. എങ്കിൽ നിങ്ങൾ നമസ്കാരം 5 നേരം നിങ്ങൾ നമസ്കാരം നിലനിർത്തൂ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ മ്ലേച്ഛ കാര്യങ്ങളെ തൊട്ടും തടയുവാനുള്ള പ്രതിരോധമാണ്, തടയാണ് നമസ്കാരമെന്ന്. അധാർമികമായ എല്ലാ വൃത്തികളിൽ നിന്നും തടയാനുള്ള ധാർമ്മികമായ പ്രതിരോധം തീർക്കലാണ് നമസ്കാരത്തിലൂടെ നമ്മൾ കൈവരിക്കുന്നത്. വയുഅ്തു സകാത്ത, നിങ്ങൾ സക്കാത്ത് നൽകൂ. സാമ്പത്തിക വിശുദ്ധിക്കുള്ള മാർഗമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവ 3നെയും പരിചയപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ തികച്ചും വളരെ അത്ഭുതകരമായ വല്ലാത്തൊരു പ്രയോഗം പറയുന്നുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം, ഇത് നിങ്ങളുടെ ജീവിത സന്തുലിതത്വത്തിനുള്ള മാർഗമാണ്. നിങ്ങൾ ഹുനഫ ആയിക്കൊണ്ട് ആദർശ വിശുദ്ധി കൈവരിക്കുന്നവനാകണം. നിങ്ങൾ ധാർമ്മിക വിശുദ്ധി കൈവരിക്കുന്നവനാകണം. നിങ്ങൾ സാമ്പത്തിക വിശുദ്ധി കൈവരിക്കുന്നവനാകണം. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സന്തുലിതമാക്കിക്കൊണ്ട് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്താണ് ദീനുൽ ഖയ്യിം എന്ന് പറയുന്നത്? വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ പല സ്ഥലങ്ങളിൽ, സൂറത്തു തൗബയിൽ, സൂറത്തു യൂസഫിൽ, സൂറത്തു റൂമിൽ, സൂറത്തു ബയ്യിനയിലൊക്കെ ഈ ദീനുൽ ഖയ്യിമ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ച്, സമയക്രമത്തെ സംബന്ധിച്ച്, പ്രകൃതി ഘടനയെ പറഞ്ഞിടത്തൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സന്തുലിതമായി ഇത് ആ ആയത്തുകളും വചനങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. സന്തുലിതമായ ഒരു ജീവിതക്രമത്തെ പ്രതിനിധീകരിക്കുന്ന, സൂചിപ്പിക്കുന്ന പദമാണ്. വ്യത്യസ്തരായ മനുഷ്യർ, വ്യത്യസ്ത ജീവിത രീതി കൈക്കൊള്ളുന്നവർ, ഉയരം കൂടിയവർ, ഉയരം കുറഞ്ഞവർ, വർണ്ണങ്ങൾ, നിറവ്യത്യാസങ്ങളുള്ളവർ, എല്ലാം അങ്ങനെ വ്യത്യസ്തരായ മനുഷ്യർ. ഈ മഹാവിശാലമായ പ്രപഞ്ചത്തിലെ ചെറിയ ഭൂമി, അതിനേക്കാൾ വ്യത്യസ്ത അളവിലുള്ള മറ്റു ഗോളങ്ങൾ, സൂര്യൻ, മല, സമതലം, കടല്, കാട്, മേട്, ചതുപ്പ് നിലങ്ങൾ, മരുഭൂമികൾ, മാസങ്ങളിൽ തന്നെ 28 ദിവസങ്ങളുള്ള മാസം, 29 ദിവസമുള്ള മാസം, 30 ദിവസമുള്ള മാസം, ഈ വ്യത്യാസതകളെല്ലാം നിലനിൽക്കെ തന്നെ പ്രപഞ്ചം ഒരു സന്തുലിതമായി കൊണ്ട് കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കാരണം അവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട്, ആ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ കുഴപ്പങ്ങളില്ല. അതുകൊണ്ട് മനുഷ്യൻ, സാമൂഹിക ജീവിയായ മനുഷ്യന്റെ ജീവിതത്തിലും ഈ സന്തുലിതത്വം സാധ്യമാകണം. എങ്ങനെ സാധ്യമാകണം? ഒരു സാമ്പത്തിക സന്തുലിതത്തിലൂടെ, ക്രമീകരണത്തിലൂടെ സാധ്യമാകണം. സക്കാത്താകുന്ന ഇബാദത്ത്,
നൽകുന്ന ജീവിത സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാമൂഹിക ഘടനയുടെ വളർച്ചയും ഉയർച്ചയെയും കാരണമാകുന്ന ഘടകമാണ് സാമ്പത്തികമായ സന്തുലിതത്വം. സാമ്പത്തികമായ സന്തുലിതത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായാൽ, സാമ്പത്തികമായ ഘടന തകർന്നാൽ ആ സാമൂഹിക ഘടന മൊത്തം തകർന്നു പോകും. അതുകൊണ്ടൊരു സന്തുലിതമായ ജീവിതത്തെ നിങ്ങൾക്ക് ക്രമീകരിക്കണമോ? 2 ആരാധനകളെ മുന്നിൽ വെച്ചുകൊണ്ട്, ഒന്ന് വയുഖീമുസ്സല, നിങ്ങളുടെ ധാർമ്മിക ജീവിതം സന്തുലിതമായി മാറണം. ധാർമ്മിക ജീവിതം ശാസ്യങ്ങൾക്ക്, ധർമ്മങ്ങൾക്ക്, നീതിക്ക്, സത്യങ്ങൾക്ക് അനുയോജ്യമായി കൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. ധാർമ്മിക വിശുദ്ധി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം. 3-മത്തത്, നിങ്ങൾക്ക് സാമ്പത്തിക വിശുദ്ധി കൈവരിക്കാൻ കഴിയണം. 1-മത്തത്, നിങ്ങൾ ജീവിത വിശുദ്ധിയുടെ പാഠം, നിങ്ങൾ ആദർശ വിശുദ്ധി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥ സൃഷ്ടാവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക് വഴിമാറുക എന്നുള്ളതാണ്. ഇവിടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ആരാധനാക്രമം, ഒരു സാമ്പത്തിക സന്തുലിതത്വത്തിലൂടെ ഒരു ജീവിതക്രമം പഠിപ്പിക്കുകയാണ്. ഒരു ആരാധനാക്രമത്തിലൂടെ ജീവിത വിശുദ്ധി നേടാനുള്ള മാർഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സന്തുലിതമാക്കാൻ ധാർമ്മിക വിശുദ്ധി കൈകൊള്ളുന്നതോടൊപ്പം, ആദർശ വിശുദ്ധി കൈകൊള്ളുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായ വിശുദ്ധി, വയുഖീമുസ്സലാ, ജീവിതത്തിന്റെ സന്തുലിതത്വത്തിന്റെ 3 പാഠങ്ങൾ. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ ജീവിത വിശുദ്ധി കൈകൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.